ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. ന്യൂറോ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ തീം. ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന സംസാര ഭാഷാ പ്രശ്നങ്ങളാണ് ഭാഷ മനസ്സിലാക്കുവാനും പറയുവാനുമുള്ള ബുദ്ധിമുട്ട്, ഉച്ചാരണത്തിലുള്ള പ്രശ്നങ്ങൾ, സംസാരത്തിന് സഹായിക്കുന്ന നാവ് പോലെയുള്ള അവയവങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒരു സംഭാഷണം തുടങ്ങുവാനും അത് മെയിൻറ്റെയിൻ ചെയ്യുവാനുമുള്ള ബുദ്ധിമുട്ട്. ഇവരിൽ ചില കുട്ടികളിൽ ഹൈ പിച്ച്ഡ് വോയിസിൽ സംസാരിക്കുന്നതും അടഞ്ഞ പരുക്കനായ ശബ്ദത്തിൽ സംസാരിക്കുന്നതും മൂക്കുകൊണ്ട് സംസാരിക്കുന്നതും കാണപ്പെടാറുണ്ട്. ഇവരിൽ കണ്ടുവരുന്ന മറ്റൊരു മെയിൻ സ്പീച്ച് ക്യാരക്ടറിസ്റ്റിക് ആണ് എക്കോലേലിയ. മറ്റൊരാളുടെ സംസാരത്തിൽ നിന്നോ കാർട്ടൂണുകളിൽ നിന്നോ കേട്ട വാക്കുകൾ അപ്പോഴോ പിന്നീടോ അർത്ഥമറിയാതെ ആവർത്തിച്ചു സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എക്കോലേലിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഭാഷാ ശൈലികൾ, തമാശകൾ എന്നിവ മനസ്സിലാക്കുവാനും ഒരു സംഭാഷണത്തിൽ എവിടെ ടോൺ വേരിയേഷൻസ് കൊണ്ടുവരണമെന്നും ഏത് വാക്കിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യണമെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ കാണപ്പെടാറുണ്ട്. ഒരു SLP എന്ന നിലയിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായ തെറാപ്പീസ് നൽകുന്നതും PECS, AAC അതായത് പിക്ചർ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഓൾട്ടർനേറ്റീവ് ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നീ ആശയവിനിമയ രീതികൾ പരിശീലിപ്പിക്കുകയും അവരെ സോഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കുക എന്നതുമാണ് ഒരു SLP ചെയ്യുന്നത്.